ഹായ്, ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡേ 17 നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 17. ഈ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് എല്ലാവരും ഡേ 1 മുതൽ ഡേ 16 വരെ കണ്ടു കഴിഞ്ഞ് അത് നന്നായിട്ട് പ്രാക്ടീസും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടു കഴിഞ്ഞവർ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഓൺ ആക്കി വയ്ക്കുക, ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഡേ 17 ഡേ 17 നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാജിക് ചെക്ക് ആണ്. നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ പലരുടെയും ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും വിഷമതകളും ദാരിദ്ര്യം, അപകടങ്ങൾ, രോഗങ്ങൾ, ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ, ഇതെല്ലാം തന്നെ എന്നല്ല, ജീവിതത്തിൽ എന്തും തന്നെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് നടക്കാറില്ല. വാസ്തവത്തിൽ നമ്മൾ അൺകോൺഷ്യസ്ലി അത് അട്രാക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളത്. കാരണം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ജോലിയിൽ പ്രയാസം വരുമ്പോൾ, ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ കടങ്ങൾ വർദ്ധിക്കുമ്പോൾ, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയാറുണ്ട് അല്ലേ? എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അത് ഞാൻ എങ്ങനെ ഞാൻ കടം വീട്ടും, വളരെ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്, പണമില്ലാതെ എങ്ങനെ കടം വീട്ടും, കടങ്ങളാണെങ്കിൽ കൂടി വരുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ വാസ്തവത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ ആ ഒരു അവസ്ഥയെ നമ്മൾ അട്രാക്റ്റ് ചെയ്യാണ്. കാരണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായി തീരും എന്നുള്ളതാണ് പ്രപഞ്ച നിയമം. അപ്പോൾ നമ്മൾ അറിയാതെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ഭയാശങ്കകൾ വർദ്ധിച്ചു വരുന്നു. സ്വാഭാവികമായിട്ടും നമുക്കിടയിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും മുൻപ് ഇത്തരം സാഹചര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്താണോ ചിന്തിച്ച് നമ്മൾ ആകർഷിക്കുന്നത് അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ശുഭചിന്തകളും ശുഭാപ്തി വിശ്വാസവും നമുക്ക് സദാ നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിലനിർത്തി പോകാനായിട്ട് എപ്പോഴും നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് തീരുന്നത്. ഒപ്പം തന്നെ നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യം നമുക്ക് അത് തന്നെയാണ് നമ്മുടെ ചിന്ത. ആ ചിന്തയിൽ നിന്ന് നമ്മുടെ ഒരു എനർജി പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുകയും അത് നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരമുള്ള തിയറി പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഉള്ള സമ്പത്തിന്, നമുക്ക് പണം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇതുവരെ ഈ നിമിഷം വരെ നമ്മളെല്ലാം ചെയ്തു വന്നിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ പണത്തിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക, ഈ പണത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ നന്ദി പറയാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അബണ്ടൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ചല്ല നമ്മൾ പറയേണ്ടതും ചിന്തിക്കേണ്ടതും പരാതി പറയേണ്ടതും. അപ്പോൾ നമുക്കുള്ളതിന്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സമ്പത്ത് നമുക്കുണ്ട്. ആ സമ്പത്ത് ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ സമ്പത്ത് ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ, വാച്ച്, അതുപോലെ നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ വീട്, അതുപോലെ നമ്മുടെ ഉപയോഗിക്കുന്ന ചെരുപ്പ് തുടങ്ങിയിട്ടുള്ള എണ്ണമറ്റ കാര്യങ്ങൾ, വീട്ടുപകരണങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മുടെ പണം ഉപയോഗിച്ചിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പണം ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്കത് വാങ്ങിക്കാൻ സാധിച്ചത്. അപ്പോൾ ഉള്ള പണത്തിന് നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ആ ഒരു സാഹചര്യം, പണം വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന് പകരം നമുക്ക് ഇല്ല എന്നുള്ള തരത്തിൽ പരാതി പറയുകയും, നമുക്ക് പണമില്ല, ഞാൻ എങ്ങനെ മറ്റു കാര്യങ്ങൾ തീർക്കും, ബില്ലുകൾ എങ്ങനെ അടയ്ക്കും, ഇതുപോലുള്ള ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാജിക് ചെക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നമുക്കൊന്ന് പഠിക്കാം. അതിനായിട്ട് നമുക്കൊരു ചെക്ക് വേണ്ടതുണ്ട്. ചെക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൻ്റെ, ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ, നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കുകളോ അങ്ങനെ ഏതെങ്കിലും ബാങ്കിൻ്റെ നമ്മുടെ ആയിട്ടുള്ള സ്വന്തം ചെക്ക്, ഒരു ചെക്ക് ലീഫ് എടുക്കുക. എന്നിട്ട് അതിൽ പെൻസിൽ കൊണ്ട് നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് ഇടുക. ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ സാധാരണ ചെക്ക് ആർക്കാണോ കൊടുക്കുന്നത് ആ ആളുടെ പേര് എഴുതാറുണ്ടല്ലോ സാധാരണ രീതിയിൽ, ആ സ്ഥാനത്ത് പേ ടു എന്ന് പറയുന്ന സ്ഥാനത്ത് നിങ്ങളുടെ പേര് എഴുതുക, അതായത് സ്വന്തം പേര് എഴുതുക. അതിനുശേഷം നിങ്ങൾ സാധാരണ
ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്ന ആ ഭാഗത്ത് ഒരുപക്ഷെ നമ്മൾ ലേറ്റസ്റ്റ് ചെക്കുകളിലെല്ലാം തന്നെ നിങ്ങളുടെ ആരുടെയാണോ ചെക്ക്, ആ ചെക്കിൽ ആ ചെക്ക് ഉടമയുടെ പേര് താഴെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. മിക്കവാറും എല്ലാ ബാങ്കുകളും ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പേരിൻ്റെ തൊട്ട് ഇടതുവശത്തായിട്ട് നിങ്ങൾ യൂണിവേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ എഴുതി വയ്ക്കുക. അതായത് ഇംഗ്ലീഷിലും മലയാളത്തിൽ എഴുതാം, സാധാരണ ചെക്കെല്ലാം ഇംഗ്ലീഷിലാണല്ലോ എഴുതാറുള്ളത്. അപ്പോൾ യൂണിവേഴ്സ് എന്നും പറഞ്ഞിട്ട് എഴുതി വയ്ക്കുക. പെൻസിൽ കൊണ്ടായിരിക്കണം എഴുതേണ്ടത് കേട്ടോ. അതിനുശേഷം ഇന്നത്തെ ഡേറ്റ് ഇട്ട് നിങ്ങളുടെ പേരെഴുതി, പേ ടു, ആർക്കാണ് ചെക്ക് കിട്ടേണ്ടത് എന്നുള്ളൊരു ഭാഗത്ത് നിങ്ങൾ പേരെഴുതി, താഴെ നിങ്ങളുടെ സ്വന്തം പേരിൻ്റെ അതായത് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾ ഒപ്പിടാനായിട്ട് ഉള്ള സ്ഥാനത്ത് നിങ്ങളുടെ പേരിൻ്റെ തൊട്ടിടതുവശത്തായിട്ട് പെൻസിൽ കൊണ്ട് യൂണിവേഴ്സ്, ഇത് യൂണിവേഴ്സ് എന്ന് എഴുതിയാൽ കുഴപ്പമില്ല. യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിലൊരു വരയിട്ട് സാധാരണ ഒപ്പിടുന്ന പോലെ ഒരു വരയിട്ട് 2 കുത്തിടുക. അതായത് യൂണിവേഴ്സാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന അർത്ഥത്തിലാണ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെക്കിൻ്റെ എമൗണ്ട് എഴുതേണ്ട കോളത്തിൽ നിങ്ങൾ ഒരു ചെറിയ സംഖ്യ എഴുതുക. ഉദാഹരണം ഒരു 1000 രൂപ എഴുതിയാലും മതി, 1000 റുപ്പീസ് എഴുതുക. എന്നിട്ടത് വേർഡ്സിലും എഴുതുക. തൊട്ടിപ്പുറത്ത് നിങ്ങൾ 1000 ഓൺലി എന്ന് പറഞ്ഞ് എഴുതുക. ഈ ചെക്ക് നിങ്ങൾ സദാ നിങ്ങളുടെ കയ്യിൽ വെക്കുക, അന്നത്തെ ദിവസം കയ്യിൽ സൂക്ഷിക്കുക. നിങ്ങൾ ഓഫീസിൽ ജോലിക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ ജോലി സ്ഥലത്ത് കൊണ്ടുപോയി ഇത് കാണത്തക്ക രീതിയിൽ വെക്കുക. വീട്ടിലാണെങ്കിൽ വീട്ടിൽ തന്നെ സൂക്ഷിക്കുക. എന്നിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്ന് 1000 റുപ്പീസ് നിങ്ങൾക്ക് തന്നു എന്ന അർത്ഥത്തിൽ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. അതായത് 1000 രൂപ നിങ്ങൾക്ക് കിട്ടി, ഇന്നത്തെ ദിവസം 1000 രൂപ നിങ്ങൾക്ക് കിട്ടിയതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അതായത് ഭാവനയിൽ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തു, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം, എന്തെങ്കിലും ആവട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ചെരുപ്പാവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല ഡ്രസ്സാവട്ടെ, ഇതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം ഈ 1000 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക, വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ആ ഒരു വസ്തു നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിൽ വന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം നിങ്ങൾ മനസ്സിൽ അനുഭവിക്കുക. അങ്ങനെ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ നന്ദി പറയുക, യൂണിവേഴ്സിന് നന്ദി പറയുക. ഈ പണം എനിക്ക് കിട്ടിയതിന് നന്ദി, താങ്ക് യു 3 പ്രാവശ്യം നിങ്ങൾ നന്ദി എന്ന് എഴുതുക, അല്ലെങ്കിൽ പറയുക. ചെക്കിലല്ല എഴുതണ്ട കേട്ടോ, നിങ്ങൾ മനസ്സിൽ പറയുക, അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് അതിനെഴുതുക. 1000 രൂപ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയായിട്ട് എഴുതുക. നാളെയും നിങ്ങൾ എന്ത് ചെയ്യുക, നാളത്തെ ഡേറ്റ് ഇട്ടിട്ട്, അപ്പോൾ നിങ്ങൾ പേരെഴുതിയിരിക്കുന്ന ഭാഗം മായ്ക്കണ്ട, കാരണം അത് നിങ്ങൾക്ക് തന്നെയാണല്ലോ തരുന്നത്. യൂണിവേഴ്സ് എന്ന് താഴെ എഴുതിയിരിക്കുന്ന ഭാഗവും മായ്ക്കണ്ട. പകരം എമൗണ്ട് എഴുതുന്ന കോളത്തിൽ നിങ്ങൾ ആ സംഖ്യ മായ്ക്കുക, ഡേറ്റ് മായ്ക്കുക. എന്നിട്ട് നാളെ ഇന്ന് 1000 ആണ് എഴുതിയെങ്കിൽ നാളെ 2000 എഴുതുക. അതായത് വലിയ എമൗണ്ട് നിങ്ങൾ എഴുതാതിരിക്കുക, ചെറിയ എമൗണ്ടിൽ തുടങ്ങുക. കാരണം എന്താ വെച്ചാൽ, ചെറിയ എമൗണ്ട് എഴുതി നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, കാരണം നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്കൊരു വിശ്വാസം വരണം. അപ്പോൾ ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കാൻ നിങ്ങൾക്ക് എളുപ്പം നടക്കും. ആ സമയത്ത് നിങ്ങൾ 1,00,000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബോധ്യവും വിശ്വാസവും തുടക്കത്തിൽ വരണമെന്നില്ല. ഇത് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം കൂടി വർക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ബ്രെയിനിൽ ഒരുപാട് പ്രോസസ്സ് ഇത് വിശ്വസിക്കുമ്പോൾ നടക്കുന്നുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെറിയ എമൗണ്ടിൽ തുടങ്ങി ഓരോ ദിവസം 1000, 2000, അല്ലെങ്കിൽ 3000, അല്ലെങ്കിൽ 4000 ഇങ്ങനെ ഇരട്ടിയായിട്ട് എഴുതി ദിവസവും നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ചതായിട്ട്, നിങ്ങൾ ഈ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ആ വാങ്ങിച്ചാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നിങ്ങൾ അനുഭവിച്ചറിയുക. അതിന് താങ്ക് യു എന്ന് 3 തവണ നിങ്ങൾ നന്ദി പറയുക. അപ്പോൾ ഇങ്ങനെ ദിവസവും ചെയ്ത് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ഈ പണം ഉപയോഗിച്ചിട്ട്, ഈ 1000 ആണ് നിങ്ങൾ എഴുതിയെങ്കിൽ ആ 1000 റുപ്പീസ് കൊണ്ട് നിങ്ങൾ മുഴുവനുമായിട്ട് വാങ്ങിക്കണം, ബാക്കി വയ്ക്കരുത്. എന്ന് പറഞ്ഞാൽ ചെക്കിൽ എഴുതിയ എമൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ എമൗണ്ട് നിങ്ങൾക്ക് 1000 രൂപ കിട്ടിയായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു, സങ്കല്പിക്കുന്നു, അത് ഭാവനയിൽ കാണുന്നു. ആ 1000 രൂപ കൊണ്ട് മുഴുവനും സാധനം വാങ്ങിച്ച് തീർത്ത് ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക, വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് നന്ദി പറയുക. പിറ്റേ ദിവസം വീണ്ടും ആവർത്തിക്കുക, അടുത്ത എമൗണ്ട് എഴുതിയിട്ട്. ഇതിങ്ങനെ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എഴുതുന്ന ഈ സംഖ്യ നിങ്ങൾക്ക് വിശ്വാസപൂർവ്വം നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് പേർക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട്
ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെത്തേഡാണ്, ഒരു പ്രാക്ടീസാണ്, ഒരു ടൂളാണ്, ഒരു മാജിക് ടൂളാണിത്. അപ്പോൾ ഇത് മൈൻഡാണ് നിങ്ങളുടെ വർക്ക് ചെയ്യുന്നതിലൂടെ. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തോ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ദിവസവും നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അബണ്ടൻസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളിതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളൊരു കടയിൽ പോയി കഴിയുമ്പോൾ നിങ്ങളൊരു 1000 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ 250 ഡിസ്കൗണ്ട് ഉണ്ട് അതിനകത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ സാധനം വാങ്ങിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ പോലും ആ ഡിസ്കൗണ്ട് നിങ്ങൾക്കൊരു വരുമാനം അല്ലെങ്കിൽ നമുക്കൊരു പണം നിങ്ങളിലേക്ക് വന്നത് തന്നെയാണ് ആ ഡിസ്കൗണ്ടിലൂടെ. അപ്പോൾ അത് നിങ്ങൾക്ക് സമ്പത്ത് വരുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ, ഒരു സൂപ്പർ മാർക്കറ്റിലാവട്ടെ മറ്റ് ഷോപ്പിലാവട്ടെ, ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഡിസ്കൗണ്ട് പോലും നിങ്ങൾക്കൊരു സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ ഭാഗം തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പ്രാക്ടീസാണ് ഇന്നത്തെ ഡേയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ എല്ലാ ദിവസവും ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.